മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പിനായി സർക്കാരിന് എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തുക കുറവാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വയനാടിന്റെ മനസ്സറിഞ്ഞ വിധിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. എസ്റ്റേറ്റ് ഭൂമികൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഉടമകൾ നൽകിയ ഹർജി തള്ളിയാണ് സർക്കാരിന് ആശ്വാസമാകുന്നതും ദുരന്തബാധിതർക്ക് പ്രതീക്ഷയുമാകുന്ന ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. എസ്റ്റേറ്റ് ഭൂമികൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് ലാൻഡ് അക്വിസിഷൻ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കാം. എസ്റ്റേറ്റ് ഉടമകൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് സർക്കാരിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നും നഷ്ടപരിഹാരത്തിൽ തർക്കമുണ്ടെങ്കിൽ ഉടമകൾക്ക് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടു. നാളെ മുതൽ സർക്കാരിന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താം. കോടതി വിധി സ്വാഗതം ചെയ്ത് മന്ത്രി കെ രാജൻ രംഗത്തെത്തി. പുതുവത്സര ദിനത്തിൽ സ്പോൺസർമാരുമായി മുഖ്യമന്ത്രി സംസാരിക്കുമെന്നും മന്ത്രി. സ്പോൺസർമാരുമായി പുതുവത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് സംസാരിക്കും. അവരോട് ഇതുമായി ബന്ധപ്പെട്ട് ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ വിശദീകരിക്കും. ഈ പ്രക്രിയയിൽ പൂർണ്ണമായി അവരുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്നുറപ്പുവരുത്തും. വിധിയെ മുണ്ടക്കൈ ചൂരൽമല ആക്ഷൻ കൗൺസിലും സ്വാഗതം ചെയ്തു. നമ്മുടെ ദുരന്തം ബാധിച്ച ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്ന നിലയ്ക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യമായിരുന്നു. അത് വളരെ സന്തോഷകരമായ നിമിഷം ഇന്ന് കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു ഓർഡർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭൂമി സർക്കാർ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഏറ്റെടുത്തുകൊണ്ട് ടൗൺഷിപ്പിനായിട്ടുള്ള നടപടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഉത്തരവിട്ടിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ച്. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനെതിരെ ഹാരിസൺ മലയാളം ലിമിറ്റഡ്, എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ആകെ ഏറ്റെടുക്കുന്നത് 143.41 ഹെക്ടർ ഭൂമിയാണ്. ഹാരിസൺ മലയാളത്തിന്റെ 65 ഹെക്ടറും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയും ഇതിൽപ്പെടും. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് നഷ്ടപരിഹാരം നൽകണമെന്നതായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ പ്രധാന ആവശ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.